ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിനെ പറ്റിയിട്ടാണ്. ഓൾറെഡി നമ്മൾ മാർക്കറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്ന് പഠിച്ചതാണ്. ഇനി നമുക്ക് നമ്മുടെ സിലബസ് പ്രകാരം പ്രൈമറി മാർക്കറ്റിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റിനെ പറ്റിയിട്ടുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അത് പഠിക്കണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എന്തറിഞ്ഞിരിക്കണം? ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്നും അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ സബ് ക്ലാസിഫിക്കേഷനാണ് ഈ പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ജസ്റ്റ് ഒരു നമ്മുടെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുകയാണെങ്കിൽ എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞില്ലേ, മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റും അതുപോലെ തന്നെ മണി മാർക്കറ്റും പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ്? ലോങ് ടേം ഫിനാൻഷ്യൽ അസറ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ലോങ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മോർ ദാൻ 1 ഇയർ മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകളെയാണ് എന്തെന്ന് പറയുന്നത്? ലോങ് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ്? 1 വർഷത്തിന് മുകളിലോട്ടുള്ള മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ലോങ് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകൾ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായിരിക്കും മണി മാർക്കറ്റ്? നേരെ ഓപ്പോസിറ്റ് ആണ്. എന്ത്? മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? മണി മാർക്കറ്റ് എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റും അതിന്റെ സബ് ക്ലാസിഫിക്കേഷനും ആണ്. നമുക്ക് നോക്കാം എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന്. മീനിങ്ങിൽ നമ്മൾ പറയുന്നുണ്ട് ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ദി മാർക്കറ്റ് ഫോർ ലോങ് ടേം ഫണ്ട്. അത് ഓർത്ത് വെച്ചേക്കുക. എന്താണ്? ലോങ് ടേം ഫണ്ടിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിനെയാണ്, അല്ലെങ്കിൽ ലോങ് ടേം ഫണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമാഹരിക്കാൻ വേണ്ടിയിട്ട് ഏത് മാർക്കറ്റിനെയാണോ നമ്മൾ ആശ്രയിക്കുന്നത് അത്തരത്തിലുള്ള മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെയുള്ള സെക്യൂരിറ്റീസ്, നമ്മൾ ഏത് മാർക്കറ്റ് ആയാലും ഫിനാൻഷ്യൽ മാർക്കറ്റ് എവിടെയായാലും അവിടെ സെക്യൂരിറ്റീസ് ആണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകളാണ് എന്ത് ചെയ്യുന്നത്? ട്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ, ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന മാർക്കറ്റിൽ അവിടെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിന്റെ പ്രത്യേകത എന്താണ്? അത് ലോങ് ടേം ഫണ്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് മോർ ദാൻ 1 ഇയർ ആയിരിക്കും ഉള്ളത്. അപ്പൊ ആദ്യത്തെ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക, ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഫോർ ലോങ് ടേം ഫണ്ട് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ കളക്റ്റീവ് നെയിം ഗിവൺ ടു ലോങ് ടേം ഫിനാൻഷ്യൽ ഏജൻസീസ്. എല്ലാം നമ്മൾ ലോങ് ടേമിലേക്കാണ് എന്തിന്റെ പറയുന്നത്? ക്യാപിറ്റൽ മാർക്കറ്റിന്റെ അല്ലെ? ക്യാപിറ്റൽ മാർക്കറ്റിന്റെ പറയുന്നതെല്ലാം ലോങ് ടേമിലേക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു കളക്റ്റീവ് നെയിം ആണ്, ഗിവൺ ടു ലോങ് ടേം ഫിനാൻഷ്യൽ ഏജൻസീസ്. എന്താണ്? ലോങ് ടേം ഫിനാൻഷ്യൽ ഏജൻസീസിന്റെ ഒരു കളക്റ്റീവ് നെയിം ആണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് കവേഴ്സ് ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. എന്താണ്? ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് വരുന്നതാണ് അല്ലെങ്കിൽ അതിന്റെ സബ് ക്ലാസിഫിക്കേഷൻ ആണ് ഏതെന്ന് പറയുന്നത്? പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞത്. നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റിനെ പറ്റിയിട്ടാണ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ക്യാപിറ്റൽ മാർക്കറ്റിന്റെ സബ് ക്ലാസിഫിക്കേഷൻ ആണ് ഏതെന്ന് പറയുന്നത്? പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി മാർക്കറ്റ് ആയാലും അതുപോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റ് ആയാലും അവിടെ എന്താണ് ട്രേഡ് ചെയ്യുന്നത്? ലോങ് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. കാരണം ഇത് എന്തിന്റെ പാർട്ടാണ്? ക്യാപിറ്റൽ മാർക്കറ്റിന്റെ സബ് ക്ലാസിഫിക്കേഷൻ ആണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഒരു ഡെഫിനിഷനും കൂടി. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഒരു ഡെഫിനിഷൻ ആണ്, ഇൻ ദി വേർഡ്സ് ഓഫ് ഹെയ്സൺ ജി ജോൺസൺ, ക്യാപിറ്റൽ മാർക്കറ്റ് ആർ മാർക്കറ്റ് ഇൻ വിച്ച് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് വിത്ത് മെച്യൂരിറ്റീസ് ഗ്രേറ്റർ ദാൻ 1 ഇയർ ആർ ബോട്ട് ആൻഡ് സോൾഡ്. എന്താണ് ഇവിടുത്തെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിന്റെ പ്രത്യേകത എന്താണ്? അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റിൽ ഏത് തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് വരുന്നത്? വിത്ത് മെച്യൂരിറ്റീസ് ഗ്രേറ്റർ ദാൻ 1 ഇയർ. എന്താണ്? 1 വർഷത്തിനേക്കാൾ കൂടുതൽ മെച്യൂരിറ്റി പീരീഡ് ഉള്ള അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ട്രേഡ് ചെയ്യുക. ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യല്ലേ? ബോട്ട് ആൻഡ് സോൾഡ് ആണ്. വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മാർക്കറ്റ് ഇൻ വിച്ച് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് വിത്ത് മെച്യൂരിറ്റീസ് ഗ്രേറ്റർ ദാൻ 1 ഇയർ ആർ ബോട്ട് ആൻഡ് സോൾഡ്. അപ്പൊ നമ്മുടെ സെക്യൂരിറ്റീസിന്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 1 വർഷത്തിനേക്കാൾ കൂടുതലായിരിക്കാം. ചിലപ്പം 1.5 വർഷമാകാം, 2 വർഷമാകാം, 5 വർഷമാകാം, അല്ലെങ്കിൽ അതിൽ മേലോട്ടുള്ള എത്ര വർഷം വേണമെങ്കിലും അതിന്റെ മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാകാം. അപ്പൊ അത്തരത്തില് ലോങ് ടേം മെച്യൂരിറ്റി പീരീഡ് ഉള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റിനെയാണ് അല്ലെങ്കിൽ അത് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക്
ഈ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ നമ്മുടെ സിലബസ് പ്രകാരം ക്യാപിറ്റൽ മാർക്കറ്റിന്റെ പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് ഏതെന്ന് പറയുന്നത്, പ്രൈമറി മാർക്കറ്റും അതുപോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റ് എന്നും പറയുന്നത്. ഇനി നമുക്ക് പ്രൈമറി മാർക്കറ്റ് എന്താണ്, അതുപോലെ സെക്കൻഡറി മാർക്കറ്റ് എന്താണ് എന്ന് അറിയണം അല്ലെ. പ്രൈമറി മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു കമ്പനീസ് അല്ലെങ്കിൽ അതുപോലെയുള്ള കോർപ്പറേഷൻസ് അല്ലെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്ക് ഫണ്ട് ആവശ്യമായിട്ട് വരുമ്പോൾ അവരെന്ത് ചെയ്യും, സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്ത് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് എന്ത് സമാഹരിക്കും, ഫണ്ട് സമാഹരിക്കും. അപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സമയത്ത് പുതുതായിട്ട് ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്തുകൊണ്ട് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് സമാഹരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, പ്രൈമറി മാർക്കറ്റ്. അതായത് അത്തരത്തിൽ ഫ്രഷ് ഇഷ്യൂ ആണ് നടക്കുന്നത് അല്ലേ. അതായത് ആ ഒരു കമ്പനി അതിനു മുന്നേ അത്തരത്തിലൊരു സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ആ ഒരു കമ്പനി, ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ ആ സെക്യൂരിറ്റീസിനെ വെച്ച് നോക്കുമ്പോൾ ആദ്യമായിട്ടാണ് ആ ഒരു സെക്യൂരിറ്റി എവിടേക്ക് വരുന്നത്, ഈ ഒരു മാർക്കറ്റിലേക്ക് വരുന്നത്. അങ്ങനെ ഫ്രഷ് ആയിട്ട് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് എന്ത് സ്വീകരിക്കുകയാണ്, ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുകയാണ്. അത്തരത്തിലുള്ള മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്താണ് പ്രൈമറി മാർക്കറ്റ് എന്ന് നമുക്ക് നോക്കാം. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എ മാർക്കറ്റ് ഇൻ വിച്ച് ദ സെക്യൂരിറ്റീസ് ആർ സോൾഡ് ഫോർ ദി ഫസ്റ്റ് ടൈം ഈസ് നോൺ ആസ് പ്രൈമറി മാർക്കറ്റ്. എന്താണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റ് ആണ്. ഇവിടെ നമ്മുടെ സെക്യൂരിറ്റീസ് ആദ്യമായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് അവൈലബിൾ ആകുന്നത് ഫസ്റ്റ് ടൈം ആയിരിക്കും. ഇങ്ങനത്തെ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ അത്തരത്തിലുള്ള ഒരു സെക്യൂരിറ്റി എവിടെ വന്നിട്ടുണ്ടാവില്ല, ഒരു മാർക്കറ്റിലും ട്രേഡിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടാവില്ല. ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈമിലാണ് ഇങ്ങനത്തെ ഒരു സെക്യൂരിറ്റീസ് മാർക്കറ്റിലേക്ക് വരുന്നത് എങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇറ്റ് മീൻസ് ദാറ്റ് അണ്ടർ ദി പ്രൈമറി മാർക്കറ്റ് ന്യൂ സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ഫ്രം ദി കമ്പനി. എന്താണ് അത്തരത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മീനിങ്ങിൽ പറയുകയാണെങ്കിൽ പ്രൈമറി മാർക്കറ്റിൽ എന്താണ് വരുന്നത്, ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന പുതിയ സെക്യൂരിറ്റീസ് ആണ് വരുന്നത്. അത് മറന്നു പോകരുത്, ന്യൂ സെക്യൂരിറ്റീസ്. ഇതിനു മുന്നേ വേറെ എപ്പോഴെങ്കിലും ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടാവുമോ? ഇല്ല, ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമിൽ ഇഷ്യൂ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയുടെ പുതിയ സെക്യൂരിറ്റീസ് ആണ് എവിടെ വരുന്നത്, പ്രൈമറി മാർക്കറ്റിൽ വരുന്നത്. ഒരിക്കലും സെക്കൻഡ് ഹാൻഡ് അല്ല. അതായത് ആരെങ്കിലും നേരത്തെ വാങ്ങിച്ചിട്ട് അത് ട്രേഡ് ചെയ്ത് വരുന്നതല്ല പ്രൈമറി മാർക്കറ്റിൽ വരുന്നത്. എപ്പോഴും അവിടെ വരുന്നത് ഫ്രഷ് ഇഷ്യൂ ആയിരിക്കും. അതായത് ആദ്യമായിട്ട് ആ കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ അത്തരത്തിലൊരു സെക്യൂരിറ്റി ഫസ്റ്റ് ടൈമിലാണ് മാർക്കറ്റിലേക്ക് വരുന്നത്. അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് വരുന്നത്, പ്രൈമറി മാർക്കറ്റ് വരുന്നത്. അപ്പൊ പ്രൈമറി മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ എല്ലാം ഫ്രഷ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ന്യൂ സെക്യൂരിറ്റീസ് ആണ് വരുന്നത്. ഒരിക്കലും പഴയ സെക്യൂരിറ്റീസ് അല്ല വരുന്നത്. അപ്പൊ പ്രൈമറി മാർക്കറ്റിന്റെ മാത്രം പ്രത്യേകതയാണ് എന്തെന്ന് പറയുന്നത്, ന്യൂ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ന്യൂ സെക്യൂരിറ്റീസിന്റെ ഇഷ്യൂ നടക്കുന്നത് ഏത് മാർക്കറ്റിലാണ് എന്ന് ചോദിച്ചാൽ ഏത് മാർക്കറ്റിലാണ്, അത് പ്രൈമറി മാർക്കറ്റിലാണ്. അപ്പൊ അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമിലായിരിക്കും ഇത്തരത്തിലുള്ള സെക്യൂരിറ്റീസ് സെയിലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രേഡിന് വേണ്ടിയിട്ട് വരുന്നത്. അത്തരത്തിലുള്ള മാർക്കറ്റിന് നമുക്ക് എന്തെന്ന് പറയാം, പ്രൈമറി മാർക്കറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രൈമറി മാർക്കറ്റിന്റെ മറ്റൊരു പേരെന്താണ്, പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. പ്രൈമറി മാർക്കറ്റിന്റെ മറ്റൊരു പേരാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. നമുക്കതിനെ ഷോർട്ട് ആക്കിയിട്ട് നിം എന്നും പറയാറുണ്ട് കേട്ടോ. NIM, ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ന്യൂ ഇഷ്യൂ, പുതിയ ഇഷ്യൂ നടക്കുന്ന മാർക്കറ്റാണ് ഏതെന്ന് പറയുന്നത്, പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. പഴയ ഇഷ്യൂ ആണ് അവിടെ വരുന്നത് അല്ല. അപ്പൊ പുതിയ ഇഷ്യൂസ് നടക്കുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറഞ്ഞത്. ഇനി എന്താണ് പ്രൈമറി മാർക്കറ്റിന്റെ ഡെഫിനിഷൻ എന്ന് നമുക്ക് നോക്കാം. പ്രൈമറി മാർക്കറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പാർട്ട് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് that deals with the issuing of new securities. എന്താണ് പറഞ്ഞത്, പാർട്ട് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റിലെ നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ മാർക്കറ്റിനെ സബ് ക്ലാസിഫൈ ചെയ്യുമ്പോൾ വരുന്ന ഒരു പാർട്ടാണ് ഏതെന്ന് പറയുന്നത്, പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഒരു പാർട്ടാണ് പ്രൈമറി മാർക്കറ്റ്. ദാറ്റ് ഡീൽസ് വിത്ത് ഇഷ്യൂയിങ് ഓഫ് ന്യൂ സെക്യൂരിറ്റീസ്. എന്താണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്, ന്യൂ സെക്യൂരിറ്റീസിന്റെ ഇഷ്യൂസ് ആണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്, പ്രൈമറി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നത്. അപ്പൊ അത് മറന്നു പോകരുത്. ഫ്രഷ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ന്യൂ സെക്യൂരിറ്റീസിന്റെ ഇഷ്യൂവൻസ് എന്ന് പറഞ്ഞാലോ അത് ഏത് മാർക്കറ്റിലാണ് വരുന്നത്, പ്രൈമറി മാർക്കറ്റിലാണ്. അപ്പൊ പ്രൈമറി മാർക്കറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്
ദ പാർട്ട് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ദാറ്റ് ഡീൽസ് വിത്ത് ഇഷ്യൂയിങ് ഓഫ് ന്യൂ സെക്യൂരിറ്റീസ്. എന്താണ്? പുതിയ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഒരു പാർട്ടാണ് ഏത് എന്ന് പറയുന്നത്? പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൈമറി മാർക്കറ്റിൽ കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഫ്രഷ് ഇഷ്യൂ, സെക്കൻഡ് വൺ കവറേജ്, ദെൻ നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ്, അതുപോലെ തന്നെ കണക്ടിങ് ലിങ്ക്, പിന്നീട് എന്താ പറയുന്നത്? മ്യൂച്വൽ ഡിപ്പെൻഡൻസ്, അതുപോലെ തന്നെ ലീഗൽ ഫോർമാലിറ്റീസ്, സപ്ലൈസ് ലോങ് ടേം ഫണ്ട്, ക്രിയേറ്റ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. ജസ്റ്റ് ഞാൻ പേര് മാത്രം മെൻഷൻ ചെയ്ത് പോയതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോയത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് എന്താണെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് പ്രൈമറി മാർക്കറ്റിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഫ്രഷ് ഇഷ്യൂവിനെ പറ്റിയിട്ടാണ്. നമ്മൾ പറഞ്ഞില്ലേ, ആദ്യമായിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ പുതിയ സെക്യൂരിറ്റീസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. പുതിയതാകുമ്പോൾ എപ്പോഴും എന്താണ്? ഫ്രഷ് ഇഷ്യൂ ആണ് എവിടെ വരുന്നത്? പ്രൈമറി മാർക്കറ്റിൽ വരുന്നത്. പ്രൈമറി മാർക്കറ്റ് ഡീൽസ് ഓൺലി വിത്ത് ദി ഫ്രഷ് ഇഷ്യൂ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് such as shares, debentures, bonds, etc. എന്താണ്? നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള കുറെ അധികം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്, അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആദ്യമായിട്ട്, അതായത് ആ ഒരു ഇൻസ്ട്രുമെന്റ് ലൈഫിൽ ഫസ്റ്റിലെയാണ് ഇതൊരു മാർക്കറ്റിലേക്ക് ട്രേഡിന് വേണ്ടിയിട്ട് വരുന്നത് എങ്കിൽ അത്തരത്തിലുള്ള മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ പ്രൈമറി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും? ഫ്രഷ് ഇഷ്യൂ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിന്റെ കുറച്ച് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഷെയർ, ഡിബഞ്ചർ, ബോണ്ട്, ഇതുപോലെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിന്റെ ഫ്രഷ് ഇഷ്യൂ ആണ് ആര് ഡീൽ ചെയ്യുന്നത്? പ്രൈമറി മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ നമ്മുടെ കീ വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രഷ് ഇഷ്യൂ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രൈമറി മാർക്കറ്റിൽ ഡീല് ചെയ്യുന്നത് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ കവറേജ് ആണ്. കവറേജ് എന്ന് പറയുമ്പോൾ പ്രൈമറി മാർക്കറ്റിൽ ആരൊക്കെയാണ് വരുന്നത് അല്ലെങ്കിൽ ആരുടെയൊക്കെയാണ് ഈ പ്രൈമറി മാർക്കറ്റിലുള്ള ഇഷ്യൂൻസ് നടക്കുന്നത് എന്നാണ് നോക്കേണ്ടത്. ദ പ്രൈമറി മാർക്കറ്റ് കവേഴ്സ് ഓൾ ദി ന്യൂ ഇഷ്യൂസ്. എന്താണ്? നമ്മുടെ പ്രൈമറി മാർക്കറ്റിൽ എല്ലാ ന്യൂ ഇഷ്യൂസും കവർ ചെയ്യുന്നുണ്ട്. ആര് നടത്തുന്ന? പബ്ലിക് സെക്ടർ ആയാലും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ ആയാലും ഗവൺമെന്റ് സെക്ടർ ആയാലും ഇവരാരായാലും ആദ്യമായിട്ട് ഒരു സെക്യൂരിറ്റി നമ്മുടെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത് ഏത് വഴിയാണ്? നമ്മുടെ പ്രൈമറി മാർക്കറ്റ് വഴിയാണ്. അപ്പൊ പ്രൈമറി മാർക്കറ്റിൽ പ്രൈവറ്റ് സെക്ടേഴ്സ് മാത്രമേ വരൂ അല്ലെങ്കിൽ പബ്ലിക് സെക്ടേഴ്സ് മാത്രമേ വരൂ, അങ്ങനെയില്ല. അത് കവർ ചെയ്യുന്നുണ്ട് അല്ലേ? എല്ലാ സെക്ടേഴ്സിനെയും കൂടെ കവർ ചെയ്തിട്ടുള്ള ന്യൂ ഇഷ്യൂസ് എല്ലാം മെയ്ഡ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ പ്രൈമറി മാർക്കറ്റിലാണ്. അപ്പൊ കവറേജ് എന്ന് പറയുന്നത് ലാർജ് ആണ്. എന്തൊക്കെ വരാം? നമുക്ക് പ്രൈവറ്റ് സെക്ടർ വരാം, പബ്ലിക് സെക്ടർ വരാം, ഗവൺമെന്റ് സെക്ടേഴ്സ് വരാം. ഇവരൊക്കെ ഫ്രഷ് ഇഷ്യൂ ആണ് നടത്തുന്നത് അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ ആണ് നടത്തുന്നത് എങ്കിൽ അത് എപ്പോഴും ഇതിലേക്കൂടെ ആയിരിക്കും നടക്കുന്നത്? പ്രൈമറി മാർക്കറ്റിലൂടെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? പ്രൈമറി മാർക്കറ്റ് covers all the new issues made by the public sector, പ്രൈവറ്റ് സെക്ടർ, അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്ടേഴ്സ് എന്ന് പറയാം. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഫ്രഷ് ഇഷ്യൂ ആണ് ആദ്യം പറഞ്ഞത്, രണ്ടാമതായിട്ട് കവറേജ് പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് നോക്കാം നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. എന്താണ്? പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്കറ്റ് നമുക്കൊരു ഫിസിക്കലി ചെന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതായത് ഇങ്ങനെ ഒരു ബിൽഡിങ്, അത് അവിടെയാണ് പ്രൈമറി മാർക്കറ്റ് നടക്കുന്നത് അല്ലെങ്കിൽ അവിടെയാണ് ഫ്രഷ് ഇഷ്യൂസ് മാത്രം നടക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഈ പ്രൈമറി മാർക്കറ്റിന്റെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആരൊക്കെയാകാം? ബാങ്കേഴ്സോ അല്ലെങ്കിൽ ബ്രോക്കേഴ്സോ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സർവീസ് ഏജൻസീസോ ഒക്കെയാണ്. അല്ലാണ്ട് ഇതിനു വേണ്ടിയിട്ടൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആർക്കില്ല? പ്രൈമറി മാർക്കറ്റിന് ഇല്ല. അതാണ് നമ്മൾ പറയുന്നത് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് എന്നുള്ള പോയിന്റിൽ. ദ പ്രൈമറി മാർക്കറ്റ് ഹാസ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. ദ സർവീസ് ഓഫ് പ്രൈമറി മാർക്കറ്റ് ആർ പ്രൊവൈഡഡ് ബൈ ബാങ്കേഴ്സ്, ബ്രോക്കേഴ്സ്, അതുപോലെ തന്നെ രജിസ്ട്രാർ ആൻഡ് അതർ ഫിനാൻഷ്യൽ സർവീസ് ഏജൻസീസ്. എന്താണ്? പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റിന്റെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. പകരം പ്രൈമറി മാർക്കറ്റിന്റെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ബാങ്കേഴ്സും ബ്രോക്കേഴ്സും അതുപോലെ തന്നെ രജിസ്ട്രാർ അതുപോലെയുള്ള ഫിനാൻഷ്യൽ സർവീസ് ഏജൻസീസ് ആണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രൈമറി മാർക്കറ്റിന്റെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൈമറി മാർക്കറ്റിന് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ബാങ്കറും അതുപോലെ തന്നെ ബ്രോക്കേഴ്സും രജിസ്ട്രാറും ഒക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്, നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. നാലാമത് നമ്മുടെ ഫീച്ചർ ആണ് കണക്ടിങ് ലിങ്ക്. ആരൊക്കെ തമ്മിലായിരിക്കും കണക്ട് ചെയ്യുന്നത്? പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് രണ്ട് ആൾക്കാർ തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ഥലമാണ് അല്ലെ? ആരൊക്കെയായിരിക്കും? ആരാണോ ഈ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്തത് അവരല്ലേ? അവർക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ ആവശ്യമായ സമയത്ത് അവർക്ക് എന്ത് ചെയ്യുന്നു? ഒരു സെക്യൂരിറ്റി ആ ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്നു. ആ കമ്പനിയെ നമുക്ക് എന്തെന്ന് പറയാം? ഇഷ്യൂയിങ് കമ്പനി എന്ന് പറയാം അല്ലെ? ദെൻ ഇത് ആരിലേക്ക് എത്തുന്നു? നമ്മുടെ പബ്ലിക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്നത് ആരാണോ അവരിലേക്കാണ് ഈ ഒരു സെക്യൂരിറ്റി എത്തുന്നത്.
ദെൻ അവർ അതിനുള്ള ഫണ്ട് ആർക്ക് കൊടുക്കുന്നു? കമ്പനിക്ക് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ ഒരു ഡയറക്റ്റ് കണക്ഷൻ ആണ് ആരൊക്കെ തമ്മിൽ? ഇഷ്യൂയിങ് കമ്പനിയും അതുപോലെ തന്നെ ഇൻവെസ്റ്റിംഗ് പബ്ലിക്കും തമ്മിൽ. അതാണ് ആ കണക്റ്റിംഗ് ലിങ്ക്. എന്താണ്? ഇഷ്യൂയിങ് കമ്പനിയെയും ഇൻവെസ്റ്റിംഗ് പബ്ലിക്കിനെയും കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് ആണ് ആരിവിടെ? പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. പ്രൈമറി മാർക്കറ്റ് ഈസ് ദി ഡയറക്റ്റ് കണക്റ്റിംഗ് ലിങ്ക്. എന്താണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ? ഡയറക്റ്റ് കണക്റ്റിംഗ് ലിങ്ക് ആണ് ആരൊക്കെ തമ്മിൽ? ഇഷ്യൂയിങ് കമ്പനി ആൻഡ് ഇൻവെസ്റ്റിംഗ് പബ്ലിക്. അപ്പൊ ആ രണ്ട് വ്യക്തികൾക്ക് തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിലുള്ള ഒരു ഡയറക്റ്റ് കണക്ഷൻ ആണ് നമ്മുടെ പ്രൈമറി മാർക്കറ്റ് ഒരുക്കി കൊടുക്കുന്നത് അല്ലെ. അപ്പോ അവിടെ ആരില്ല? ബ്രോക്കേഴ്സോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആരും ഇല്ല, അല്ലെങ്കിൽ സബ് ഏജന്റുകളോ ഒന്നും വരുന്നില്ല. ഡയറക്റ്റ് നമ്മുടെ ഇഷ്യൂയിങ് കമ്പനി ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നു നമ്മുടെ പ്രൈമറി മാർക്കറ്റിലൂടെ. അത് ആര് പർച്ചേസ് ചെയ്യാണ്? ഇൻവെസ്റ്റിംഗ് പബ്ലിക് പർച്ചേസ് ചെയ്യാണ്. അല്ലാതെ ഈ ഒരു ഇൻവെസ്റ്റർ വാങ്ങിച്ചു വെച്ച സെക്യൂരിറ്റി പിന്നെ വേറൊരു ഇൻവെസ്റ്റർക്ക് കൊടുക്കുകയാണോ ഇവിടെ ചെയ്യുന്നത്? അല്ല. അതെന്താണ്? സെക്കൻഡ് ഹാൻഡ് ആണ് അല്ലെ. ഇവിടെ എന്താണ്? ഫ്രഷ് ഇഷ്യൂ ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു കണക്റ്റിംഗ് ലിങ്ക് ഉണ്ട് എന്ന് പറയാം. ആരൊക്കെ തമ്മിൽ? ഇഷ്യൂയിങ് കമ്പനിയും അതുപോലെ തന്നെ ഇൻവെസ്റ്റിംഗ് പബ്ലിക്കും തമ്മിൽ. അവിടെയാണ് നമ്മുടെ കണക്റ്റിംഗ് ലിങ്ക് എന്ന് പറയുന്ന ഫീച്ചേഴ്സ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, മ്യൂച്വൽ ഡിപ്പെൻഡൻസ് ആണ്. ആരൊക്കെ തമ്മിലായിരിക്കും മ്യൂച്വലി ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്? നമുക്കറിയാം ക്യാപിറ്റൽ മാർക്കറ്റിനെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു. പ്രൈമറി മാർക്കറ്റ് എന്നും അതുപോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റ് എന്നും. എന്താണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഈ ഒരു ക്ലാസിന്റെ എൻഡിൽ തന്നെ നമ്മൾ സെക്കൻഡറി മാർക്കറ്റ് എന്താണെന്ന് പറയും. അപ്പൊ പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും തമ്മിൽ ഒരു മ്യൂച്വൽ ഡിപ്പെൻഡൻസ് ഉണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് സഹായിച്ചാണ് എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത് പ്രൈമറി മാർക്കറ്റ് ഈസ് റെസിപ്രോക്കലി റിലേറ്റഡ് വിത്ത് സെക്കൻഡറി മാർക്കറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ. പ്രൈമറി മാർക്കറ്റ് സെക്കൻഡറി മാർക്കറ്റുമായിട്ടൊരു റിലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റ് പ്രൈമറി മാർക്കറ്റുമായിട്ടൊരു റിലേഷൻസ് ഉണ്ട്. ആക്ടിവിറ്റീസ് ഇൻ ടു മാർക്കറ്റ് മ്യൂച്വലി ഇൻഫ്ലുവൻസ് ആൻഡ് ആർ ഡിപ്പെൻഡന്റ്. എന്താണ് പറഞ്ഞത്? ഈ രണ്ട് മാർക്കറ്റിലുള്ള ആക്ടിവിറ്റീസും എന്താണ്? മ്യൂച്വലി ഇൻഫ്ലുവൻസും ആണ് അതുപോലെ തന്നെ ഡിപ്പെൻഡന്റും ആണ് എന്ന്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്താണ് രണ്ട് മാർക്കറ്റും എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. അവിടെയാണ് മ്യൂച്വൽ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് ലീഗൽ ഫോർമാലിറ്റീസ്. എന്താണ്? നമ്മുടെ പ്രൈമറി മാർക്കറ്റിൽ നമുക്ക് ഒരു ഇഷ്യൂയിങ് കമ്പനിക്ക് ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്ത് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് സമാഹരിക്കണമെങ്കിൽ അവിടെ കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. അതായത് നിയമപരമായിട്ടുള്ള കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അതാണ് നമ്മൾ പറയുന്നത് there are several legal formalities involved in the issue of securities. ഒരു സെക്യൂരിറ്റി നമുക്ക് ഇഷ്യൂ ചെയ്യണമെങ്കിൽ, ഒരു കമ്പനിക്ക് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്ത് ഫണ്ട് കളക്ട് ചെയ്യണമെങ്കിൽ നിയമപരമായിട്ട് കുറച്ചധികം ഫോർമാലിറ്റീസ് ഉണ്ട്. അതെവിടെയും ബാധകമാണ്. പ്രൈമറി മാർക്കറ്റിലും ആ ഫോർമാലിറ്റീസ് എന്താണ്? ബാധകമാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രൈമറി മാർക്കറ്റിന്റെ ഒരു ഫീച്ചർ ആയിട്ട് എന്ത് പറയുന്നത്? ലീഗൽ ഫോർമാലിറ്റീസ് പറയുന്നത്. അപ്പൊ ലീഗൽ ഫോർമാലിറ്റീസ് എന്തുമായിട്ട് ബന്ധപ്പെട്ട? ഇഷ്യൂ സെക്യൂരിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് പ്രൈമറി മാർക്കറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ ആർക്കുണ്ടാകാറുണ്ട്? ഇഷ്യൂയിങ് കമ്പനിക്ക് ഉണ്ടാകാറുണ്ട്. നെക്സ്റ്റ് നോക്കാം, സപ്ലൈസ് ലോങ് ടേം ഫണ്ട്. എന്താണ്? പ്രൈമറി മാർക്കറ്റ് വഴി, പ്രൈമറി മാർക്കറ്റ് എന്നല്ല ക്യാപിറ്റൽ മാർക്കറ്റ് ഏതായാലും എന്താണ്? ലോങ് ടേം ഫണ്ടാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ പ്രൈമറി മാർക്കറ്റിലും എന്താണ് സപ്ലൈ ചെയ്യുന്നത്? ലോങ് ടേം ഫണ്ടാണ്. അതായത് മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് മോർ ദാൻ 1 ഇയറിലേക്കായിരിക്കും അല്ലെ. അപ്പോൾ ഒരു സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു ഫണ്ട് അവർക്ക് അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂയിങ് കമ്പനിക്ക് ഈ കളക്ട് ചെയ്യുന്ന ഫണ്ട് ലോങ് ടേം നേച്ചറിലേക്ക് ഉപയോഗിക്കാൻ പറ്റൂലേ? കാരണം അതെന്താണ്? അത്തരത്തിലുള്ള സെക്യൂരിറ്റീസ് എന്താണ്? ക്യാപിറ്റൽ മാർക്കറ്റ് സെക്യൂരിറ്റീസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. ലോങ് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് കളക്ട് ചെയ്ത് കിട്ടുന്ന ഫണ്ട് ആർക്ക് ഉപയോഗിക്കാം? ഇഷ്യൂയിങ് കമ്പനിക്ക് ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു. അപ്പൊ പ്രൈമറി മാർക്കറ്റ് വഴി കിട്ടുന്ന അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റ് സപ്ലൈസ് ഫ്രഷ് ലോങ് ടേം ഫണ്ട് ടു ഇൻഡസ്ട്രീസ്. ഫ്രഷ് ആണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുക അതെന്തായിരിക്കും? പ്രൈമറി മാർക്കറ്റ് ആണ്. പ്രൈമറി മാർക്കറ്റിലാണ് എന്ത് വരുന്നത്? ഫ്രഷ് ഇഷ്യൂ വരുന്നത്. അപ്പൊ പ്രൈമറി മാർക്കറ്റ് എന്താണ് സപ്ലൈ ചെയ്യുന്നത്? ഫ്രഷും ആണ് അതുപോലെ തന്നെ ലോങ് ടേം ഫണ്ടും ആണ് ആർക്ക്? ഇൻഡസ്ട്രിക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ പ്രൈമറി മാർക്കറ്റ് സപ്ലൈ ചെയ്യുന്നത് ഫ്രഷ് ആൻഡ് ലോങ് ടേം ഫണ്ട് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സപ്ലൈ ലോങ് ടേം ഫണ്ട്. നെക്സ്റ്റ്, ക്രിയേറ്റ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. എന്താണ്? പുതിയ എന്താ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും
പ്രൈമറി മാർക്കറ്റിന്റെ ഒരു ഫീച്ചർ ആയിട്ടാണ് പറയുന്നത്. പ്രൈമറി മാർക്കറ്റ് ക്രിയേറ്റ് ന്യൂ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, പുതിയ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കമ്പനീസ് വരുമ്പോൾ അവരുടെയൊക്കെ ഫ്രഷ് ഇഷ്യൂ എതിലെയാണ് നടക്കുന്നത്? പ്രൈമറി മാർക്കറ്റിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ജനറൽ പബ്ലിക്കിന് പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ആര് ഓപ്പൺ ചെയ്യുന്നത്? പ്രൈമറി മാർക്കറ്റ് വഴി ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്തുകൊണ്ട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആര് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? പ്രൈമറി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ക്രിയേറ്റ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞത്. ഓപ്പർച്യൂണിറ്റീസ് രണ്ട് തരത്തിലുണ്ട്. പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അപ്പൊ അതാണ് പ്രൈമറി മാർക്കറ്റിന്റെ ലാസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്, ക്രിയേറ്റ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് ആണ് ആർക്കുള്ളത്? പ്രൈമറി മാർക്കറ്റിനുള്ളത്. അപ്പൊ പ്രൈമറി മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുക, അവിടെ എന്തായിരിക്കും? ഫ്രഷ് ഇഷ്യൂ ആണ് നടക്കുന്നത്. അതുപോലെ തന്നെ അവിടെ എന്താണ്? ലോങ് ടേം ഫണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഡീല് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.